പഞ്ചായത്തിലെ പട്ടയ നടപടികൾ ഉദ്യോഗസ്ഥർ തന്നെ അട്ടിമറിക്കുന്നുവെന്ന ആരോപണവുമായി ആദിവാസി വിഭാഗങ്ങൾ. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് 3000 പട്ടയങ്ങൾ കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ വിതരണം ചെയ്തെങ്കിലും പിന്നീട് ഇപ്പോൾ പട്ടയ നടപടികൾ പൂർണ്ണമായി നിർത്തിവച്ചിരിക്കുകയാണെന്നാണ് ആരോപണം ഉയരുന്നത്. മലനാട് ടിവിയുടെ ഇടുക്കി റിപ്പോർട്ടർ വിജയൻ ഇതിന്റെ വിശദാംശങ്ങളുമായി ചേരുന്നു. ഇടുക്കി ജില്ലയിലെ കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ പട്ടയ നടപടികൾ ഉദ്യോഗസ്ഥർ തന്നെ അട്ടിമറിക്കുന്നുവെന്ന ആരോപണവുമായാണ് ആദിവാസി വിഭാഗങ്ങൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് 3000 പട്ടയങ്ങൾ കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ വിതരണം ചെയ്തുവെങ്കിലും പിന്നീട് ഇപ്പോൾ പട്ടയ നടപടികൾ പൂർണ്ണമായി നിർത്തി വെച്ചിരിക്കുന്നതായാണ് ആരോപണം ഉയരുന്നത്. ഒന്നാം പിണറായി സർക്കാർ കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ 3000 പട്ടയങ്ങൾ വിതരണം ചെയ്തിരുന്നു. എന്നാൽ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് നടപടികൾ പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ്. ആദിവാസി വിഭാഗത്തിന് മുൻഗണന നൽകി പട്ടയം വിതരണം ചെയ്യുമെന്ന് പ്രത്യേക നിയമനം ഉണ്ടെങ്കിലും ഉദ്യോഗസ്ഥ ലോബികൾ ഈ നടപടികളെല്ലാം അട്ടിമറിക്കുകയാണ് എന്ന് ഊരുമുപ്പൻ കൃഷ്ണകുമാർ ആരോപിച്ചു. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ പട്ടയ നടപടികൾ ഗവൺമെൻറ് നല്ല രീതിയിൽ നടത്താൻ തീരുമാനിച്ചെങ്കിലും ഉദ്യോഗസ്ഥ ലോബികൾ ഈ പട്ടയ നടപടികൾ അട്ടിമറിക്കുന്ന രീതിയിലാണ് ഇപ്പം നിലവിൽ LA ഓഫീസ് വഴി കയറി ഇറങ്ങുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഗവൺമെൻറ്റിന് നിരന്തര അപേക്ഷകളും പരാതികളും കൊടുക്കുമ്പോൾ കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ ആദിവാസി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് പട്ടയം തരാമെന്ന് ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ട് പോലും ഈ ഉദ്യോഗസ്ഥന്മാർ ഈ പട്ടയം ഇവിടെയുള്ള കൃഷിക്കാർക്ക് കൊടുക്കാതെ ഇത് അട്ടിമറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നടപടിയാണ് നടക്കുന്നത്. അതുകൊണ്ട് അടിയന്തരമായും ഗവൺമെൻറ് ഇതിനകത്ത് ഇടപെട്ട് ഈ പട്ടയ വിതരണം പൂർത്തീകരിക്കണമെന്നാണ് ഊരുമുപ്പനായ എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. അല്ലെങ്കിൽ 18 കോളനിയിലെയും ആദിവാസികൾ ഇനി കളക്ടറേറ്റ് മുമ്പിൽ സമരം നടത്താൻ തീരുമാനിക്കുവാൻ അടുത്ത ദിവസം ഞങ്ങൾ മൊത്തത്തിൽ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ ഭൂസർവേ നടപടികൾ എല്ലാം നിർത്തിവെച്ച സാഹചര്യമാണ്. ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി റോഷി അഗസ്റ്റിൻ വിഷയത്തിൽ ഇടപെടണമെന്നും അല്ലാത്തപക്ഷം പഞ്ചായത്തിലെ ആദിവാസി കുടികളിലെ ജനങ്ങളെ ഉൾപ്പെടുത്തി കളക്ടറേറ്റ് പടിക്കൽ സമരം നടത്തുമെന്നും ഊരുമുപ്പൻ കൃഷ്ണകുമാർ പറഞ്ഞു. മലനാട് ന്യൂസ്, ഇടുക്കി. Watching India's first NGO television, Malanad TV India.